എല്ലാവർക്കും ജംഗിൾ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കുമളിയിൽ ചാലി എന്ന് വിളിക്കുന്ന ഈ ചേട്ടയുടെ വീട്ടിലാണ്. അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് വളരെ മനോഹരമായ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കുമളിയിലേക്ക് വരുന്നവർക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്ന, ഫാമിലിയിലും ബാച്ചിലേഴ്സായിട്ടും വിളിക്കാവുന്ന ഒരാളാണ് ചാലി. എല്ലാ അറേഞ്ച്മെൻറ്റും അദ്ദേഹം ചെയ്തു വയ്ക്കും. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്ത് സഹായം വേണമെങ്കിലും പുള്ളിനെ വിളിച്ചാൽ മതി. നല്ല ഫുഡായിരുന്നോ? അതിൻ്റെ താങ്ക് പറഞ്ഞോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേനും ചാരി അറേഞ്ച് ചെയ്ത ചാരിയുടെ കൂട്ടുകാരുടെ ജീപ്പ് എത്തി. മോഹനചാരനാണ് വണ്ടി ഓടിക്കുന്നത്. എന്തായാലും അടിപൊളി ഒരു ജീപ്പ് റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ജീപ്പിന് ഒരു 2000 സത്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചാർജ് ചെയ്യണത്. കുമളി ടൗണൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കടകൾ ഇഷ്ടംപോലെ നമുക്ക് കാണാം കേട്ടോ. ഇതാണോ വള്ളക്കടവ്? ഇത് കത്തിക്കവലെന്നാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകണേ. ഇതാണോ പറഞ്ഞ പുഴ? സാറേ, മുല്ലപ്പെരിയാർ തുറന്ന ആദ്യം വെള്ളം വന്ന ഇവിടെയാണ്. ഇതാണ് വള്ളക്കടവ്. ആ നേരെ ആ ആ ആ കാണുന്ന കുന്നിൻ ചെരുവുകളിൽ ഇഷ്ടംപോലെ ആനയും കാട്ടുപോത്തും ഒക്കെ ഉണ്ട്. അത് കാണുവാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ കുറച്ച് മാറി ഒരു കോട്ടേജിൻ്റെ സൈഡിൽ നിന്ന് കുറേ ദൂരെ ആണെങ്കിലും കാണാൻ പറ്റി. ഞാനിപ്പോൾ ഉള്ളത് കുമളിയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സത്രം എന്ന് പറഞ്ഞ സ്ഥലമാണ്. സത്രം എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് അവിടെ ബിൽഡിങ്ങുകളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് എൻ്റെ പുറകെ കാണുന്ന ഇതാണ് സത്രം എന്ന് പറഞ്ഞ പറയണത്. അയ്യപ്പന്മാർക്ക് ഇവിടെ താമസവും ഭക്ഷണവും കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ സത്രം എന്നാണ് ഇവിടെ അന്വേഷിച്ചിടത്തോളം കേൾക്കാൻ പറ്റിയത്. അതിലും വലിയ പ്രത്യേകത, ഞാനൊരു എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. അതായത് റൺവേ എന്ന് പറഞ്ഞത് ഈ കാണാനാണ്. ഇതിന് കുറച്ച് നാൾ മുമ്പ് ഒരു വിമാനം പല പ്രാവശ്യം ഇവിടെ ഇറങ്ങാൻ വന്നിട്ടും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇവിടെ അതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ പുറകിലുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. എന്നാലും അടിപൊളി സൂപ്പർ സ്ഥലമാണ്. ഈ കാണുന്ന സ്ഥലങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണാം. രസൂട്ടി എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? ആനനെ കണ്ടോ? ആ, കാട്ടുപോത്തിനെ കണ്ടോ? ബ്രൗൺ കളറിൽ കാട്ടുപോത്ത ക്രയോൺസ് പോലെ ബ്രൗണോ? പശുവാണോ ഇനി?